ടു അവർ ചാനൽ പാഷൻ എഡ്യൂക്കേഷൻ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയാഷെയുടെ തിയറിയായ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. പിയാഷെയുടെ തിയറി എന്താണെന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് എന്താണ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ തിയറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഡെവലപ്മെൻറ്റൽ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൗ ഇൻഡിവിജ്വൽസ് ഗ്രോ, ചേഞ്ച് ആൻഡ് അഡാപ്റ്റ് ദെയർ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി ഡെവലപ്പ് ആകുന്നത്, ഗ്രോ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ലൈഫുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു തിയറി അല്ലെങ്കിൽ പഠനമാണ് ഡെവലപ്മെൻറ്റൽ തിയറീസ്. തിയറീസ് ഒരുപാട് ഡൊമൈൻസ്, ഒരുപാട് തലങ്ങളിലേക്ക്, ഡിഫറെൻറ്റ് തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതായത് കോഗ്നിറ്റീവ് തലത്തിൽ, ഇമോഷണലി, മോറൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ പല തലത്തിൽ തിയറീസ്, ഡെവലപ്മെൻറ്റൽ തിയറീസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള തിയറിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ തിയറിസ്റ്റുകളാണ് ജീൻ പിയാഷെ, എറിക് എറിക്സൺ, ലിവ് വൈജോസ്കി, ഇങ്ങനെയുള്ളവർ. ഇനി നമുക്ക് എന്താണ് പിയാഷെയുടെ തിയറിയിൽ അദ്ദേഹം ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ജീൻ പിയാഷെ, എ സ്വിസ് സൈക്കോളജിസ്റ്റ്, പ്രൊപ്പോസ്ഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ തിയറീസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അതായത് സ്വിസ് സൈക്കോളജിസ്റ്റായ ജീൻ പിയാഷെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന തിയറി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന തിയറി പ്രൊപ്പോസ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹി ബിലീവ്ഡ് ദാറ്റ് ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ് ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് ഇൻട്രാക്ഷൻസ്. സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഇൻഫർമേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആക്റ്റീവായിട്ടാണ്. അതായത് ഇൻട്രാക്ഷൻ ചെയ്തിട്ടും, പലരുടെയും സംസാരിച്ചിട്ടും, ഇൻട്രാക്ഷൻ ചെയ്തിട്ടും, അതുപോലെ തന്നെ പല എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും ഒരു ചിൽഡ്രൻ ആക്റ്റീവായിട്ട് നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൺസ്ട്രക്ട് ചെയ്തിരുന്നതെന്നാണ് പിയാഷെ ബിലീവ് ചെയ്തിരുന്നത്. ഹിസ് തിയറി ഈസ് സ്റ്റേജ് ബേസ്ഡ്, മീനിങ് ചിൽഡ്രൻ മൂവ് ത്രൂ 4 യൂണിവേഴ്സൽ സ്റ്റേജസ് ഇൻ എ ഫിക്സഡ് ഓർഡർ. അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് സ്റ്റേജ് ബേസ്ഡ് തിയറിയാണ്. അദ്ദേഹം അതിൽ 4 യൂണിവേഴ്സൽ സ്റ്റേജസ് ആണ് പറയുന്നത്. അതായത് ഒരു ചിൽഡ്രൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു ഫിക്സഡ് ഓർഡറിലായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് 4 യൂണിവേഴ്സൽ സ്റ്റേജസ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ തിയറിയിലെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സ്കീമ. സ്കീമ പറയുന്നത് നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബ്ലോക്കുകളായിട്ടായിരിക്കും കോഗ്നിറ്റീവ് തലത്തിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഈ ഒരു മെൻ്റൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പോണ്ട് ടു സിറ്റുവേഷൻസ് അനുസരിച്ച് ഈ ഒരു ഫ്രെയിം വർക്ക്സ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രക്ചേഴ്സ് റെസ്പോണ്ട് ചെയ്യും. ആ ഒരു മെൻ്റൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സിനെയാണ് സ്കീമ എന്ന് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സ്കീമയിൽ, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമയിൽ തന്നെ, നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷനിൽ തന്നെ ഇൻകോർപ്പറേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ, പുതിയൊരു ഇൻഫർമേഷൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. തേർഡ് കോൺസെപ്റ്റാണ് അക്കോമഡേഷൻ, മോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് സ്കീമാസ് ടു ഫിറ്റ് ന്യൂ ഇൻഫർമേഷൻ. അതായത് എക്സിസ്റ്റിംഗ് സ്കീമയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു നോളജിൽ, ഇൻഫർമേഷനിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയൊരു ഇൻഫർമേഷൻ ഫിറ്റ് ചെയ്യുന്നു. ഫോർത്ത് കോൺസെപ്റ്റാണ് ഇക്വിലിബ്രേഷൻ, ബാലൻസിങ് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ടു ക്രിയേറ്റ് സ്റ്റേബിൾ അണ്ടർസ്റ്റാൻഡിങ്. അതായത് കറക്റ്റായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ, ഒരു നോളജിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ പറ്റി കറക്റ്റായിട്ടുള്ള ഒരു മനസ്സിലാക്കലിന് വേണ്ടി അസിമിലേഷനെയും, അതായത് പുതിയൊരു ഇൻഫർമേഷനെയും അക്കോമഡേഷനെയും മോഡിഫൈ ചെയ്ത ഒരു സ്കീമയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇക്വിലിബ്രേഷൻ. ഇനി ജീൻ പിയാഷെ പ്രൊപ്പോസ് ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ 4 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ്. അതായത് ബർത്ത് ടു 2 years ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇതിൽ ഇൻഫാൻസ് ലേൺ ത്രൂ സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് ഫിസിക്കൽ ആക്ഷൻസ്. ഈ ഒരു സ്റ്റേജിൽ, സെൻസറി മോട്ടോർ സ്റ്റേജിൽ, ഇൻഫാൻസ്, ചെറിയ കുട്ടികൾ സെൻസറി എക്സ്പീരിയൻസിലൂടെയും ഫിസിക്കൽ ആക്ഷൻസിലൂടെയായിരിക്കും ലേൺ ചെയ്യുന്നത്, പഠിക്കുന്നത്. അതായത് കുട്ടി കാണുന്നതും കേൾക്കുന്നതും സെൻസറി ഓർഗൻസ് വെച്ചിട്ടുള്ള ആ ഒരു പഠനം, അതാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്നത്. ഇനി ഈ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് പെർമനൻസ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഒബ്ജക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ വെൻ ഔട്ട് ഓഫ് സൈറ്റ്. ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ആപ്പിൾ പറയുമ്പോൾ തന്നെ കുട്ടിക്ക് അത് എക്സിസ്റ്റിംഗ് അല്ല എങ്കിലും, ആ ഒരു ആപ്പിൾ അവിടെ ഇല്ല എങ്കിലും കുട്ടിയുടെ ആ ഒരു കൊഗ്നിറ്റീവ് തലത്തിൽ കുട്ടി ഉടൻ തന്നെ ആപ്പിൾ റെഡ് കളറാണ്, ഫ്രൂട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ്, ഇതെല്ലാം തന്നെ കുട്ടി മനസ്സിലാക്കുന്നതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്.
പിയാഷെയുടെ തിയറിലെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിലെ സെക്കൻഡ് സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 2 to 7 years ആണ്. ഈ ഒരു സ്റ്റേജിൽ സിംബോളിക് തിങ്കിങ് ഡെവലപ്സ്, അതായത് ഈ ഒരു സ്റ്റേജിലാണ് സിംബോളിക് തിങ്കിങ് എല്ലാം ഡെവലപ്പ് ആകുന്നത്. അതായത് യൂസ് ഓഫ് വേർഡ്സ് പറയാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇമേജസിനെ കാണുമ്പോൾ തന്നെ ആ ഇമേജ് ആണ്, അല്ലെങ്കിൽ ഇത് അതാണ് എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ സിംബോളിക് തിങ്കിങ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഈഗോ സെൻട്രിസം ഉണ്ടാകുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഡിഫിക്കൽട്ടി ഇൻ സീയിങ് തിങ്സ് ഫ്രം അതേഴ്സ് പേഴ്സ്പെക്റ്റീവ്സ്, അതായത് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു ഈഗോ സെൻട്രിസം ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഒന്നും അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഒന്നും മനസ്സിലാക്കാതെ ഞാൻ പറയുന്നത് ശരി അല്ലെങ്കിൽ ഞാൻ കാണുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്നത് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. സെൻട്രേഷൻ, ഫോക്കസിങ് ഓൺ ആസ്പെക്റ്റ് ഓഫ് എ സിറ്റുവേഷൻ, അതായത് ഒരു സിറ്റുവേഷനിലെ ഒരു കാര്യം മാത്രം, ഒരു ആസ്പെക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യും, അത് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ലേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺവെർസേഷൻ, അതായത് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കോൺവെർസേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതെല്ലാം മനസ്സിലാക്കുന്നത് കുറവായിരിക്കും. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിലെ തേർഡ് സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 7 to 11 years വരെയാണ്. ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്, ബട്ട് ലിമിറ്റഡ് ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആൻഡ് ഇവൻറ്റ്സ്. പക്ഷേ ഇതൊരു ലിമിറ്റഡ് ആണ്. അണ്ടർസ്റ്റാൻഡ് കോൺവെർസേഷൻ, റിവേഴ്സിബിലിറ്റി, ക്ലാസിഫിക്കേഷൻ ആൻഡ് സീരിയേഷൻ, അതായത് കോൺവെർസേഷൻ മനസ്സിലാക്കുന്നു, സംസാരിക്കുന്നതെല്ലാം മനസ്സിലാക്കാനും റിവേഴ്സിബിലിറ്റിയും ക്ലാസിഫിക്കേഷനും സീരിയേഷനൊക്കെ മനസ്സിലാക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലായിരിക്കും. ലെസ് ഈഗോസെൻട്രിക്, ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് വ്യൂ പോയിൻറ്റ്സ്, അതായത് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനും മറ്റുള്ള വ്യൂ പോയിൻറ്റ്സ് മനസ്സിലാക്കുന്നത് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈഗോസെൻട്രിക് കുറവായിരിക്കും, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള കോൺസെപ്റ്റ് അല്പം കുറഞ്ഞിരിക്കും. ഫോർത്ത് സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 12 yearsഉം അതിന് മുകളിലുള്ള സ്റ്റേജുമാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇതിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതും അതുപോലെ ഡിഡക്റ്റിംഗ് റീസണിങ് ഡെവലപ്പ് ആവുന്നതും എല്ലാം ഈ സ്റ്റേജിലാണ്. ക്യാൻ തിങ്ക് ലോജിക്കലി അബൌട്ട് അബ്സ്ട്രാക്റ്റ് പ്രൊപ്പോസിഷൻസ് ആൻഡ് ടെക്സ്റ്റ് ഹൈപ്പോത്തിസിസ് സിസ്റ്റമാറ്റിക്കലി, അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ കഴിയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ക്യാപ്പബിൾ ഓഫ് മോറൽ ആൻഡ് ഫിലോസഫിക്കൽ റീസണിങ്, അതായത് മോറൽ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ആകുന്നത്, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആകുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, സോ ഇത്രയാണ് പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് തിയറിയിലെ 4 stages എന്ന് പറയുന്നത്.